ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും നിങ്ങളുടെ പ്രിയപ്പെട്ട ചാനലായ ഹാഷ് ഇക്കോൺ ലാബിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈക്രോ എക്കണോമിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്ററായ തിയറി ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയർ കർവ് കാൽക്കുലേഷൻസിനെ സംബന്ധിച്ചാണ്. പരീക്ഷകളിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലീനിയർ ഡിമാൻഡ് കാൽക്കുലേഷന്റെ ആഡിംഗ് എന്ന് പറയുന്നത്. ഈ ഭാഗം ഞാൻ നിങ്ങൾക്ക് വിശദമായി ഇന്ന് അവതരിപ്പിക്കാൻ പോവുകയാണ്. അതിന് മുൻപായി നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വലിയ ഒരു താങ്ക്സ് രേഖപ്പെടുത്തുന്നു. കാരണം നിങ്ങൾ തരുന്ന ആ ഹൃദയം നിറഞ്ഞ കട്ട സപ്പോർട്ടിന് ഞാൻ തീർച്ചയായും നിങ്ങളോട് കടപ്പെട്ടിരിക്കും. എന്റെ നന്ദി അറിയിക്കുന്നു. ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആഡിംഗ് അപ്പ് ഓഫ് ടു ലീനിയർ ഡിമാൻഡ് കർവ് ആണ്. അതായത് രണ്ട് ലീനിയർ ഡിമാൻഡ് കർവ് ഇക്വേഷൻസിന്റെ ആഡിംഗ് ആണ്. അതായത് കൂട്ടിച്ചേർക്കലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് എങ്ങനെ മാർക്കറ്റ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. തീർച്ചയായും ഇത് പരീക്ഷകളിൽ സർവ്വസാധാരണയായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോ എങ്ങനെയാണ് ചോദ്യം വരുന്നതെന്നും അതോടൊപ്പം തന്നെ അതിനെ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുമാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും വീഡിയോസ് മുഴുവനായിട്ടും കാണുക. എല്ലാവരും വീഡിയോസ് അവസാനം വരെ കാണുക. എങ്കിൽ മാത്രമേ നമ്മുടെ കാൽക്കുലേഷൻസ് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻസിന്റെ കാൽക്കുലേഷൻസ് നടത്തുന്നതിന് മുൻപായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻ എന്താണെന്നുള്ളത്. നോക്കൂ, ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻ Q is equal to A minus BP, that is 0 less than equal to P less than equal to A by B എന്നാണ്. അതായത് Q is equal to 0, that is P greater than A by B എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇത് ഈ ഒരു ഭാഗം നമ്മൾ മുൻപത്തെ വീഡിയോസിൽ വളരെ വ്യക്തമായിട്ട് അനലൈസ് ചെയ്തതാണ്, പഠിച്ചു വെച്ചതാണ്. ഇത് വളരെ ഭംഗിയായിട്ട് ഈ ഭാഗം നമ്മൾ അവതരിപ്പിച്ചതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അത് പരിശോധിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പോ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് Q is equal to A minus BP, that is 0 less than equal to P less than equal to A by B എന്നാണ്. അതായത് Q is equal to 0 ആയാൽ P greater than A by B ആയിരിക്കും എന്നാണ് നമ്മൾ ഇക്വേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ രണ്ട് കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡിനെ കാണിക്കാൻ പോവുകയാണ്. അതായത് ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻസ് ഞാൻ ഇവിടെ ബോർഡിൽ എഴുതാം. അത് വെച്ചിട്ട് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കാം. ഒന്നാമത് നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് പഠിക്കാം. രണ്ടാമത്തത് നമുക്ക് ശരിയായ രീതിയിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു രീതി നമുക്ക് ചെയ്ത് നോക്കാം. പിന്നീട് നമുക്ക് നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് രൂപത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരാം. ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക് എങ്ങനെയാണ് ആ രണ്ട് ക്വസ്റ്റ്യൻസ്, അതായത് രണ്ട് വ്യക്തികളുടെ, രണ്ട് ഇൻഡിവിജ്വൽസിന്റെ ഡിമാൻഡ് എങ്ങനെ നമുക്ക് ആഡിംഗ് അപ്പ് നടത്താം എന്ന് എക്സാമ്പിൾ രൂപത്തിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, രണ്ട് കൺസ്യൂമേഴ്സിന്റെ ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻസ് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ കൺസ്യൂമറുടെ ഇക്വേഷൻ D1 of P equal to 10 minus P, that is 0 less than equal to P less than equal to 10. D1 of P equal to 0, that is P greater than 0. അല്ലെ? ഇവിടെ നമ്മൾ മനസ്സിലാക്കണം എന്താ വെച്ചാല്, കൺസ്യൂമർ വാങ്ങുന്ന സാധനത്തിന്റെ വില 10 അതിൽ കൂടുതലോ ആയാൽ അയാളുടെ ഡിമാൻഡ് 0 എന്നാണ്. രണ്ടാമത്തെ കൺസ്യൂമറുടെ നോക്കാം. അവരുടെ ഡിമാൻഡ് D2 of P equal to 15 minus P, that is 0 less than equal to P less than equal to 15. D2 of P equal to 0, that is P greater than 0. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ് എന്ത്, രണ്ടാമത്തെ കൺസ്യൂമർ വാങ്ങുന്ന സാധനത്തിന്റെ വില 15 രൂപയോ അതിൽ കൂടുതലോ ആയാൽ അദ്ദേഹത്തിന്റെ ഡിമാൻഡും എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ രണ്ട് ഡിമാൻഡുകൾ വെച്ചുകൊണ്ട് വേണം നമുക്ക് ആഡിംഗ് അപ്പ് നടത്താൻ, രണ്ടും കൂടെ കൂട്ടാൻ. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് നമ്മളോട് കാണാൻ പറയുന്നത് ഫൈൻഡ് മാർക്കറ്റ് ഡിമാൻഡ് എന്നാണ്. ഇവിടെ മാർക്കറ്റ് ഡിമാൻഡ് ആണ് കണ്ടെത്തേണ്ടത്. മാർക്കറ്റ് ലീനിയർ ഡിമാൻഡ് ആണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പൊ ഈ മാർക്കറ്റ് ലീനിയർ ഡിമാൻഡ് കണ്ടെത്താൻ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിവിടെ ആവശ്യമുള്ളത് മാർക്കറ്റ് ഡിമാൻഡ് ലീനിയർ ഡിമാൻഡ് കാണുന്നതിനുള്ള സമവാക്യമാണ്, ഇക്വേഷൻ ആണ്. അതെന്താന്ന് നോക്കാം. ഓക്കെ,
ലീനിയർ മാർക്കറ്റ് ഡിമാൻഡ് ഇക്വേഷൻ dm ഈക്വൽ ടു d1 ഓഫ് പി പ്ലസ് d2 ഓഫ് പി എന്നാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡുകളെ തമ്മിൽ പരസ്പരം കൂട്ടിയാൽ കിട്ടുന്നതാണ് ഏത് മാർക്കറ്റ് ഡിമാൻഡ്. നമ്മൾ മുൻപ് പഠിച്ചതാണല്ലോ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാൻ, മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ വെച്ച് അതിന്റെ കർവ് വരയ്ക്കാൻ, അല്ലെ? മുമ്പത്തെ വീഡിയോസിൽ പഠിച്ചതാണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്തിരുന്നു? ഹൊറിസോണ്ടൽ ആയിട്ട് കൂട്ടുക ചെയ്തത്, അല്ലെ? ഹൊറിസോണ്ടൽ സമ്മേഷൻ എന്നല്ലേ നമ്മളവിടെ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചത്. ഇവിടെ തന്നെ തന്നിരിക്കുന്ന രണ്ട് കൺസ്യൂമറുടെ ഡിമാൻഡുകളെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും? കൂട്ടും. അപ്പൊ നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് കിട്ടും. അപ്പൊ നമ്മൾ ചെയ്ത് നോക്കാം. നോക്കൂ, d1 ഓഫ് പി എന്ന് പറഞ്ഞാൽ 10 മൈനസ് പി ആണ്, അല്ലെ? d2 ഓഫ് പി എന്ന് പറഞ്ഞാൽ 15 മൈനസ് പി ആണ്, അങ്ങനെയല്ലേ? അപ്പൊ ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യും? കൂട്ടും. നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരാം വിലകൾ. ഓക്കെ, d1 ഓഫ് പിയുടെ സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്ന വില 10 മൈനസ് പി, ചിഹ്നം പ്ലസ്. ഓക്കെ, ദെൻ d2 ഓഫ് പി എന്നുള്ളിടത്ത് കൊണ്ടുവരേണ്ട വില 15 മൈനസ് പി. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനൂടെ കാൽക്കുലേറ്റ് ചെയ്യണം, ആഡിങ് നടത്തണം. നമ്മൾ പ്ലസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം നമ്മൾ സംഖ്യകളെ തമ്മിൽ കൂട്ടുക. ഇവിടെ ഏതൊക്കെയാ സംഖ്യകൾ? 10, 15, അല്ലെ? 10ഉം 15ഉം തമ്മിൽ കൂട്ടുക. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഇവിടെ ഇട്ട് വെക്കാം കേട്ടോ. മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്, പരീക്ഷയ്ക്ക് അങ്ങനെ വരച്ചു വെക്കരുത്. 10 പ്ലസ് 15 എത്ര കിട്ടും? 25 കിട്ടും. ശരിയല്ലേ? കഴിഞ്ഞ ചിഹ്നം എന്തായിരുന്നു? മൈനസ് ആണ്, അല്ലെ? ഈ മൈനസ് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഉണ്ടോ? പി ഉണ്ട്, അല്ലെ? അവിടെ 15ന് ശേഷം ആരുണ്ട്? പി ഉണ്ട്, അല്ലെ? അപ്പൊ ഈ പി യെയും, അതായത് ഇടത് ഭാഗത്തുള്ള പി യെയും വലതു ഭാഗത്തുള്ള പി യെയും തമ്മിൽ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ എന്ത് കിട്ടും? 2p എന്ന് കിട്ടും. ശരിയല്ലേ? 2p. ഇപ്പൊ നമ്മുടെ ലീനിയർ ഡിമാൻഡ് ഇക്വേഷന്റെ ഒന്നാമത്തെ ഘട്ടമായി. എന്താണ് ഒന്നാമത്തെ ഘട്ടം? Q ഈക്വൽ ടു a മൈനസ് BP എന്നായി. കണ്ട, അതിന്റെ ഒരു സംഖ്യാരൂപത്തിലുള്ള കാര്യമാണ് നമ്മളിവിടെ കൊടുത്തുള്ളത്. അതാണ് എന്താ? Q ഈക്വൽ ടു a മൈനസ് BP. അതന്നെയാണ് ഇവിടെ കൊടുത്തുള്ളത്. ഈ 25ാമത്തതിന്റെ സ്ഥാനത്ത് 25 എന്ന് പറഞ്ഞത് A ആണ്, അല്ലെ? 2 എന്ന് പറയുന്നത് B ആണ്, P എന്ന് പറയുന്നത് P തന്നെയാണ്, അല്ലെ? പ്രൈസ് നമുക്ക് രേഖപ്പെടുത്തിയിട്ടില്ല, ഡിമാൻഡാ തന്നിട്ടുള്ളത്, അല്ലെ? ഇനി ഇവിടെ അതിന്റെ ബാക്കി വരുന്ന ഭാഗം എന്താണ്? 0 ലെസ് ദാൻ ഈക്വൽ ടു P ലെസ് ദാൻ ഈക്വൽ ടു A ബൈ B എന്നാണ്, അല്ലെ? അതുപോലെ തന്നെ P ഗ്രേറ്റർ ദാൻ A ബൈ B എന്നാണ്. അതിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുപോവുക, പ്രൂവ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാലോ. എന്താണ്? അതായത് ഇവിടെ നമുക്ക് ഇക്വേഷനിൽ തന്നിട്ടുണ്ട് 0, അല്ലെ? 0. അതുപോലെ തന്നെ എഴുതി. ചിഹ്നം എന്താണ്? ലെസ് ദാൻ ഈക്വൽ ടു, അല്ലെ? ശേഷം എന്താ വന്നത്? P. ചിഹ്നം എന്തായിരുന്നു? ലെസ് ദാൻ ഈക്വൽ ടു. ഇനി ഒന്ന് ശ്രദ്ധിക്കണം, A ബൈ B എന്ന് നമുക്ക് അതേപോലെ എഴുതാൻ പറ്റില്ല. A ബൈ B എന്നുള്ളിടത്ത് നമുക്ക് വിലകൾ കിട്ടിയിട്ടുണ്ട്. ആ വിലകൾ അങ്ങനെ അതേപോലെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. എയുടെ സ്ഥാനത്ത് ആരായിരുന്നു? എയുടെ സ്ഥാനത്ത് വന്ന് കിടക്കുന്നത് ആരാ? 25 ആണ്, അല്ലെ? എന്റെ രണ്ട് കൈയിരിക്കുന്ന ഭാഗം ശ്രദ്ധിക്കുക. എയുടെ ഭാഗത്ത് 25, അല്ലെ? കണ്ടോ? ആ 25 നമ്മൾ ഇവിടെ എഴുതണം. A ബൈ B എന്നുള്ളിടത്ത് ഇവിടെ 25 എന്ന് എഴുതും, കണ്ടോ? പിന്നെ ഡിവൈഡഡ് ബൈ എന്നുള്ള ചിഹ്നങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ബിയുടെ സ്ഥാനത്ത് ആരാളുള്ളത്? അല്ലെ? ബിയുടെ സ്ഥാനത്ത് ആരാളുള്ളത്? 2 ആണ്, അല്ലെ? അപ്പൊ 25/2 എന്ന് കിട്ടും. കൺഫ്യൂഷൻ ഒഴിവാക്കണം കേട്ടോ. അവിടെ 25 എങ്ങനെ കിട്ടി നിങ്ങൾ തല പുകയ്ക്കേണ്ട ആവശ്യമില്ല, അത് മനസ്സിലാക്കിയാൽ മതി. അതായത് ഇക്വേഷൻ ആണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻ നിങ്ങൾ തലയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ, വെരി സിമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഡിമാൻഡ് ഈക്വൽ ടു 0, അല്ലെ? ദാറ്റ് ഈസ് P ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? A ബൈ B ആയിരിക്കും എന്നല്ലേ പറഞ്ഞത്. അപ്പൊ A ബൈ ബിയുടെ സ്ഥാനത്ത് ഇപ്പൊ നമ്മൾ എന്ത് കണ്ടെത്തിയുള്ളത്? 25/2. ഇത്രേ ഉള്ളൂ. മനസ്സിലായോ? ഇതാണ് കാൽക്കുലേഷൻ. ഇതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാനില്ല. ക്ലിയർ?
കൺസ്യൂമേഴ്സിന്റെ ലീനിയർ ഡിമാൻഡ് തന്നാൽ അതിനെങ്ങനെ നമുക്ക് ആഡ് ചെയ്ത് മാർക്കറ്റ് ഡിമാൻഡ് കാണാം, അതാണ് പഠിച്ചത്. ഒന്നുകൂടെ നോക്കാം. ഓക്കെ, നമുക്കിവിടെ തന്നിരിക്കുന്ന രണ്ട് കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കൺസ്യൂമർ ഡിമാൻഡ് D1 of P equal to 10 minus P, that is 0 less than equal to P less than equal to 10. D1 of P equal to 0, that is P greater than 0. ഇതാണ് ഒന്നാമത്തെ കൺസ്യൂമറുടെ ഡിമാൻഡ്. മനസ്സിലായോ? രണ്ടാമത്തെ കൺസ്യൂമറുടെ ഡിമാൻഡ് D2 of P equal to 15 minus P, that is 0 less than equal to P less than equal to 15, that is D2 of P equal to 0, that is P greater than 0. ഇപ്പൊ രണ്ടാമത്തെ കൺസ്യൂമർ. ഇങ്ങനെ രണ്ട് കൺസ്യൂമേഴ്സിന്റെ അല്ലെ, ഇവിടെ കൺസ്യൂമർ 1, കൺസ്യൂമർ 2, ഇങ്ങനെ രണ്ട് കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡ് നമുക്ക് തന്നിരിക്കുന്നു. ഈ രണ്ട് ഡിമാൻഡുകൾ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. അങ്ങനെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് കാണണം? മാർക്കറ്റ് ഡിമാൻഡ് കാണണം. ഓക്കെ, അപ്പോ രണ്ട് ഡിമാൻഡുകൾ തമ്മിൽ കൂട്ടി മാർക്കറ്റ് ഡിമാൻഡ് കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? DM ഈക്വൽ ടു D1 ഓഫ് P പ്ലസ് D2 ഓഫ് P അല്ലെ? അങ്ങനെയാണ്. അപ്പോ ഡിമാൻഡ് ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്, മാർക്കറ്റ് ഡിമാൻഡ് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, D1 ഓഫ് P പ്ലസ് D2 ഓഫ് P. ഇനി D1 ഓഫ് P എന്താണ്? D1 ഓഫ് P എന്ന് പറയുന്നത് 10 മൈനസ് P ആണ്. D1 ഓഫ് P യുടെ സ്ഥാനത്ത് 10 മൈനസ് P നമ്മൾ വില കൊടുത്തു അല്ലെ? അതുപോലെ തന്നെ D2 ഓഫ് P എന്താണ്? D2 ഓഫ് P എന്ന് പറയുന്നത് 15 മൈനസ് P ആണ്. 15 മൈനസ് P അതുപോലെ എഴുതി. അപ്പോ D1 ഓഫ് P 10 മൈനസ് P ആയി മാറും. പ്ലസ് ചിഹ്നം അതുപോലെ തന്നെ കൊടുന്നു. ഇനി D2 ഓഫ് P എന്തായി മാറും? 15 മൈനസ് P ആയി മാറും അല്ലെ? ഇനി അത് തമ്മിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം, കൂട്ടണം. അതായത് 10നെ 15 കൊണ്ട് കൂട്ടി, അപ്പൊ നമുക്ക് 25 കിട്ടി അല്ലെ? ചിഹ്നം നമ്മൾ മൈനസ് ആണ്, അത് അതുപോലെ എഴുതി. ശേഷം വരുന്ന രണ്ട് സംഗതികൾ കൂട്ടാനുണ്ട്. അത് ഏതൊക്കെയാണ്? അത് ഒരു പിയും അപ്പുറത്തൊരു പിയും ഉണ്ട്. അങ്ങനെ രണ്ട് പികളെ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 2P എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഇക്വേഷൻ എന്തായി? 25 മൈനസ് 2P എന്നായി. ആ 25 മൈനസ് 2P എന്ന് പറയുന്ന ഭാഗം എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? Q ഈസ് ഇക്വൽ ടു A മൈനസ് BP എന്ന് പറയുന്ന ലീനിയർ ഡിമാൻഡ് ഇക്വേഷന്റെ ഒന്നാമത്തെ ഘട്ടത്തെ സൂചിപ്പിക്കുന്നതാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ 25 മൈനസ് 2P, അതിനുശേഷം വരുന്നത് എന്താണ്? 0 ലെസ് ദാൻ ഈക്വൽ ടു P ലെസ് ദാൻ ഈക്വൽ ടു A ബൈ B എന്നാണ്. ഇനി അതിലേക്ക് വിലകൾ കൊടുക്കുക. അപ്പൊ 0 തന്നെ എഴുതി, ലെസ് ദാൻ ഈക്വൽ ടു അതുപോലെ എഴുതി, then P അതുപോലെ എഴുതി, ലെസ് ദാൻ ഈക്വൽ ടു വീണ്ടും അതുപോലെ എഴുതി. A ബൈ B എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ വിലകൾ ആഡ് ചെയ്യണം. A ബൈ B എന്ന് പറഞ്ഞാൽ അതുപോലെ എഴുതാനുള്ളതല്ല. A യുടെ സ്ഥാനത്ത് നമുക്ക് കിട്ടിയ വില 25 ആണ്. B യുടെ സ്ഥാനത്ത് നമുക്ക് കിട്ടിയ വില 2 ആണ്. അപ്പൊ A ബൈ B എന്നുള്ളത് 25/2 എന്നായി മാറും. മനസ്സിലാവുണ്ടല്ലോ? then അതിനുശേഷം വരുന്നതാണ് Q is equal to 0, അതായത് DM is equal to 0, that is P greater than A by B, P greater than A by B എന്നുള്ളതിന് പകരം നമ്മൾ 25/2 എന്ന് എഴുതും. വളരെ സിമ്പിൾ. ഓക്കെ, കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇതിന്റെ പരീക്ഷയ്ക്ക് ഈ ചോദ്യം എങ്ങനെയാണ് വരിക എന്ന് കാണിച്ചു തരാം. ഈ ചോദ്യം എങ്ങനെ പരീക്ഷയ്ക്ക് വരുന്നു, അതിന്റെ സ്റ്റൈൽ എന്താണ്, അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കൂ, തന്നിരിക്കുന്ന ചോദ്യം ഇതാണ്. Q1 ഈക്വൽ ടു 20 മൈനസ് 2P, Q2 ഈക്വൽ ടു 30 മൈനസ് 4P ആർ ടു ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഇക്വേഷൻസ്. ഫൈൻഡ് ദ മാർക്കറ്റ് ഡിമാൻഡ് ഇക്വേഷൻ, ദാറ്റ് ഈസ് QM. അതായത് ചോദ്യം വളരെ ലളിതമാണ്, അല്ലെങ്കിൽ വളരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ നമ്മള് നേരത്തെ എക്സാമ്പിളിൽ പറഞ്ഞ D എന്ന് പറയുന്നതിന് പകരമായിട്ട് ഇവർ തന്നിരിക്കുന്നത് Q എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ അത് മാറിപ്പോകുന്നു അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. സംഭവം രണ്ടും സൂചിപ്പിക്കുന്ന ഒന്ന് തന്നെ. അവിടെ D എന്ന് പറയുന്നത്, ഇവിടെ Q എന്ന് പറഞ്ഞതും രണ്ടും ഒന്നാണ്. ക്വാണ്ടിറ്റി ഡിമാൻഡ്, അവിടെ ഡിമാൻഡ് നേരിട്ട് പറഞ്ഞു, ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അവിടെ കൺസ്യൂമറുടെ ഡിമാൻഡ് തന്നിരിക്കുന്നു അല്ലെ? ഏതൊക്കെയാണ്? ഒന്ന് Q1 ഈക്വൽ ടു 20 മൈനസ് P ആണ്. രണ്ടാമത് Q2 ഈക്വൽ ടു 30 മൈനസ് 4P ആണ്. ഈ വെച്ചുകൊണ്ട് നമ്മൾ കാണാൻ പറഞ്ഞത് എന്താണ്? QM ആണ്. QM എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ DM, അതായത് ഡിമാൻഡ്, മാർക്കറ്റ് ഡിമാൻഡ്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം. അതായത് നമ്മൾ ആദ്യ ഇക്വേഷൻ എഴുതാം അല്ലെ? ഏതാണ്? DM ഈക്വൽ ടു D1 ഓഫ് P പ്ലസ് D2 ഓഫ് P അല്ലെ? ഇങ്ങനെ എഴുതാം. ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് തന്ന രൂപത്തിൽ നമുക്ക് കൊണ്ടുപോകാം. അതായത് QM ഈക്വൽ ടു Q1 പ്ലസ് Q2
അല്ലെ? ഇതാണ് കുറച്ചും കൂടെ എളുപ്പം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ. അതായത് d1 of p പ്ലസ് d2 of p എന്ന് എഴുതുന്നതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പം എന്നുള്ള എന്താണ് qm ഈക്വൽ ടു q1 പ്ലസ് q2 എന്ന് എഴുതുന്നതായിരിക്കും അല്ലെ. പറയാനും കുറച്ച് എളുപ്പം അതാണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് ശൈലിയാണ് എളുപ്പച്ചാൽ ആ രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ Q1 നമുക്ക് ഇങ്ങനെ എഴുതാം. ഇവിടെ കാണാൻ പറഞ്ഞ മെത്തേഡ് അനുസരിച്ച് നമുക്ക് ചെയ്യാം. qm ഈക്വൽ ടു q1 പ്ലസ് q2 എന്ന് എഴുതാം. q1 ന്റെ വാല്യൂ എത്രയാണ്? 20 മൈനസ് 2p അല്ലെ. ദെൻ ചിഹ്നം പ്ലസ് ആണ്. ദെൻ q2 ന്റെ വാല്യൂ എത്രയാ? 30 മൈനസ് 4p ആണല്ലോ. ഈ ഒരു വാല്യൂസ് ഉള്ളത് മാത്രം കൂട്ടുക അല്ലെ. അതായത് 20നെ 30 കൊണ്ട് കൂട്ടി, 20നെ 30 കൊണ്ട് കൂട്ടി 50 എന്ന് കിട്ടി അല്ലെ. ദെൻ ചിഹ്നം വരുന്നത് മൈനസ് ആണല്ലോ. ദെൻ 2p പ്ലസ് 4p ആണ്. 2ഉം 4ഉം കൂട്ടിയാൽ 6 കിട്ടും. അപ്പൊ എത്ര? 6p എന്നാണ് കിട്ടുക അല്ലെ. അപ്പൊ നമ്മള് ലീനിയർ ഇക്വേഷന്റെ ഒന്നാമത്തെ കടമ്പ കടന്നു. എന്താണത്? a മൈനസ് ബി പി അല്ലെ. q സിക്കൽ ടു a മൈനസ് ബി പി എന്ന് പറഞ്ഞു കിട്ടി. ഇവിടെ എയുടെ സ്ഥാനത്ത് 50 കിട്ടി, ബിയുടെ സ്ഥാനത്ത് 6 കിട്ടി, പി അതുപോലെ തന്നെ എഴുതി. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ദാറ്റ് ഈസ് 0 ലെസ് ദാൻ ഈക്വൽ ടു p ലെസ് ദാൻ ഈക്വൽ ടു a ബൈ b എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ a ബൈ b എന്നുള്ളത് നമ്മൾ എന്ത് എഴുതും? 50/6 എന്ന് എഴുതും. ശരിയല്ലേ? ഇത് നമ്മൾ അടുത്തെന്ത് കൊടുക്കും? അതായത് q ഇസിക്കൽ ടു 0 ആയാൽ അല്ലെ പ്രൈസ് എന്തായിരിക്കും? പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ 50/6 ആയിരിക്കും. മനസ്സിലായോ? പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഈ രൂപത്തിൽ മാത്രമാണ്. ഇങ്ങനെയാണ് ഈ കാൽക്കുലേഷന് വേണ്ടി ചോദ്യം ചോദിക്കുക. ഇത് 3 അല്ലെങ്കിൽ 4 മാർക്കിന് മാത്രം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് കൺസ്യൂമേഴ്സ് ബിഹേവിയർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്. അതായത് q1 ഈക്വൽ ടു 20 മൈനസ് 2p അതുപോലെ തന്നെ q2 ഈക്വൽ ടു 30 മൈനസ് 4p എന്ന രണ്ട് ഇൻഡിവിജ്വൽ ഡിമാൻഡുകളെ പരസ്പരം കൂട്ടി നമ്മളോട് കാണാൻ പറയുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ്, മാർക്കറ്റ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ്. അപ്പൊ മാർക്കറ്റ് ഡിമാൻഡ് കാണുന്നതിനുള്ള സമവാക്യം നമുക്ക് രണ്ട് രൂപത്തിൽ എഴുതാം. ഒന്നാമത്തെ dm ഈക്വൽ ടു d1 ഓഫ് p പ്ലസ് d2 ഓഫ് p എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് qm ഈക്വൽ ടു q1 പ്ലസ് q2 എന്ന് എഴുതാം. ഓക്കെ, തന്നിരിക്കുന്ന ഒന്നാമത്തെ ഡിമാൻഡിന്റെ വിലയെ അതുപോലെ എടുത്തെഴുതുക. അതിനോട് രണ്ടാമത്തെ ഡിമാൻഡിന്റെ വിലയെ എടുത്തെഴുതി രണ്ടും തമ്മിൽ ന്യൂമറിക്കൽ വാല്യൂസ് പരസ്പരം കൂട്ടുക. അത് എഴുതി ശേഷം ചിഹ്നം കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ സംഖ്യകളോടൊപ്പം നിൽക്കുന്ന പി കൂടെയുള്ള വാല്യൂസിനെ തമ്മിൽ കൂട്ടുക. അത് അതുപോലെ എഴുതി അല്ലെ. അപ്പൊ നമുക്ക് ഇക്വേഷൻസിന്റെ ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻസിന്റെ ഒന്നാമത്തെ ഘട്ടം കിട്ടും. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ഘട്ടം 0 ലെസ് ദാൻ ഈക്വൽ ടു പി ലെസ് ദാൻ ഈക്വൽ ടു എ ബൈ ബി എന്നുള്ളിടത്ത് നമ്മൾ വിലകൾ മാറ്റി കൊടുക്കുക. ഓക്കെ, ദെൻ അതുപോലെ തന്നെ q ഇസിക്കൽ ടു 0 ദാറ്റ് ഈസ് പി ഗ്രേറ്റർ ദാൻ എ ബൈ ബി എന്നുള്ളിടത്തും നമ്മൾ മുൻപ് കൊടുത്ത എ ബൈ ബിയുടെ വാല്യൂ എന്താണോ അത് അതേപോലെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. ഇത്രേ ചെയ്യാനുള്ളൂ. വെരി സിമ്പിൾ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം. ഞാനിവിടെ അത് കാണിക്കാം. ഓക്കെ, അപ്പൊ അതും കൂടെ നമുക്ക് എഴുതിയെടുത്ത് നിങ്ങളത് പഠിക്കുക. ഓക്കെ, ഹോംവർക്ക് ആയിട്ട് ഞാൻ ബോർഡിൽ ചോദ്യം എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ നോക്കാം. ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. d1 ഓഫ് p ഈക്വൽ ടു 20 മൈനസ് p d2 of p equal to 30 minus 2p are two individual demand equations. Find the market demand equation. Okay, market demand linear equation ആണ് നമുക്ക് കാണാനുള്ളത്. അപ്പൊ ചോദ്യം ഒന്നുകൂടെ ഞാൻ വായിക്കാം. d1 of p equal to 20 minus p ഒരു p ആട്ടോ. 20 minus p രണ്ടാമത്തെ കൺസ്യൂമറുടെ ഡിമാൻഡ് d2 of p equal to 30 minus 2p. ഇങ്ങനെ രണ്ട് കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡ് ഇക്വേഷൻ തന്നിരിക്കുന്നു. ഈ രണ്ട് ഡിമാൻഡ് ഇക്വേഷൻസ് വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. മാർക്കറ്റ് ഡിമാൻഡ് ഇക്വേഷൻ കണ്ടെത്തുക. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിർബന്ധമായും നിങ്ങൾ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തണം. അതോടൊപ്പം തന്നെ നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തേത്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ. സബ്സ്ക്രൈബ് ചെയ്യണം നിർബന്ധമായിട്ടും. അതോടൊപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ക്ലാസ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അതായത് ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളോടൊപ്പം പഠിക്കുന്ന, നിങ്ങളുടെ കൂടെയുള്ള, നിങ്ങളുടെ അടുത്തുള്ള എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ക്ലാസ്സിനെ നിങ്ങൾ ഷെയർ ചെയ്ത് അവരിലേക്ക് എത്തിക്കുക. ഓക്കെ,
ഇനി നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് പുതിയ ഒരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.